നമസ്കാരം. പേര് പോലെ തന്നെ കൊടുങ്കാറ്റാണ് ഓപ്പറേഷൻ തൂഫാൻ. വെറും 10 ദിവസങ്ങൾക്കുള്ളിൽ 2259 കേസുകളും 2440 അറസ്റ്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ സംഖ്യകൾ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ 2 കാര്യങ്ങളാണ് വ്യക്തമായത്. ഒന്നാമത്, സർക്കാർ ആത്മാർത്ഥമായി ഇടപെട്ടാൽ ഇത്തരം നടപടികൾ ഫലപ്രദമാക്കാൻ കഴിയുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. രണ്ടാമത്, വിതരണക്കാരിൽ മാത്രം ഒതുങ്ങാതെ ഈ ശൃംഖലയുടെ ഉറവിടങ്ങളായ മാഫിയ സംഘങ്ങളിലേക്കാണ് അന്വേഷണം എത്തേണ്ടത്. പുതിയ ഭരണത്തിന്റെ ആദ്യകാല സമ്മർദ്ദങ്ങൾ കുറഞ്ഞതോടെ ഈ നീക്കം ഒരു ഇളം കാറ്റായി ഒതുങ്ങിപ്പോയാൽ മാഫിയകൾ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റി പുതിയ രൂപത്തിൽ വീണ്ടും ശക്തിപ്പെടും. അപ്പോൾ ഭാവിയിൽ ഏതെങ്കിലും പുതിയ ഓപ്പറേഷനുകളോട് ജനങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതിനാൽ മറ്റ് സംസ്ഥാനങ്ങളുമായി ഏകോപനം ശക്തിപ്പെടുത്തി ഈ ശൃംഖലയെ സമഗ്രമായി നേരിടാനുള്ള അവസരമാണിത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളെക്കാൾ സങ്കീർണമായൊരു ആഭ്യന്തര പോരാട്ടത്തിനാണ് അറിഞ്ഞോ അറിയാതെയോ ആഭ്യന്തരമന്ത്രി തുടക്കമിട്ടിരിക്കുന്നത്. പോരാട്ടം പാതിവഴിയിൽ അവസാനിപ്പിച്ച് പുറത്തു കടക്കാനുള്ള ശ്രമമല്ല കേരളം പ്രതീക്ഷിക്കുന്നത്. മറിച്ച് മാഫിയ ശക്തികളെ വേരോടെ പിഴുതെറിയുന്ന സമ്പൂർണ്ണ വിജയമാണ് കേരളം കാത്തിരിക്കുന്നത്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ആശങ്കയുയർത്തി ഷിഗല്ല രോഗബാധ വ്യാപനം തുടരുന്നതിനിടെ തൃശൂരിലും രോഗം മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്തു. മാപ്രാണം സ്വദേശിക്കാണ് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മരണം സംഭവിച്ചത്. വിദേശ സർവകലാശാലകളുടെ ഫ്രാഞ്ചൈസികൾ കേരളത്തിൽ ആരംഭിക്കുന്ന കാര്യം സംസ്ഥാന സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്ന് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. കേരളത്തിൽ നിന്ന് യുവതലമുറയുടെ വിദേശ കുടിയേറ്റം തടയാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി. നീറ്റ് പുനർപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാമിന് ഇന്ത്യയിൽ താൽക്കാലിക നിയന്ത്രണം. ജൂൺ 22 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ആശങ്കയുയർത്തി ഷിഗല്ല രോഗബാധ വ്യാപനം തുടരുന്നതിനിടെ തൃശൂരിലും രോഗം മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്തു. മാപ്രാണം സ്വദേശിക്കാണ് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മരണം സംഭവിച്ചത്. ഇതോടെ ഈ വർഷം സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 5ആയി. തൃശൂരിലും രോഗബാധയെ തുടർന്ന് ഒരാൾ മരിച്ചു. മാപ്രാണം സ്വദേശിയായ വ്യക്തി കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ ഈ വർഷം സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചു മരിച്ചവരുടെ എണ്ണം 5ആയി. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കുടിവെള്ള സ്രോതസ്സുകളിലും പൊതുസ്ഥലങ്ങളിലും ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതിനിടെ കണ്ണൂർ പാനൂരിലും 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. മൊകേരി പഞ്ചായത്തിലെ 10, 11 വാർഡുകളിലെ കുട്ടികൾക്കാണ് രോഗബാധ കണ്ടെത്തിയത്. പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. വയറിളക്കം, പനി, രക്തം കലർന്ന മലവിസർജനം തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമായാൽ ഉടൻ ചികിത്സ തേടണമെന്നും ശുദ്ധമായ കുടിവെള്ളവും വ്യക്തിശുചിത്വവും ഉറപ്പാക്കണമെന്നും ആരോഗ്യവകുപ്പ് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. വിദേശ സർവകലാശാലകളുടെ ഫ്രാഞ്ചൈസികൾ കേരളത്തിൽ ആരംഭിക്കുന്ന കാര്യം സംസ്ഥാന സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്ന് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. കേരളത്തിൽ നിന്ന് യുവതലമുറയുടെ വിദേശ കുടിയേറ്റം തടയാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചാലക്കുടി പ്രസ് ഫോറം സംഘടിപ്പിച്ച യുവ സ്വാഭിമാൻ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ചാലക്കുടി എസ്.എച്ച്. കോളേജിൽ ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യുവ സ്വാഭിമാൻ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ ആലോചനകൾ പങ്കുവച്ചത്. വിദേശ സർവകലാശാലകളുടെ ഫ്രാഞ്ചൈസികൾ കേരളത്തിൽ ആരംഭിക്കുന്നതിനുള്ള സാധ്യതകൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ നിന്ന് ഉന്നത പഠനത്തിനും തൊഴിൽ സാധ്യതകൾക്കുമായി യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് വ്യാപകമായി കുടിയേറുന്ന സാഹചര്യത്തിൽ ആ പ്രവണതയ്ക്ക് തടയിടാൻ കഴിയുന്ന എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിലനിർത്തി പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഒന്ന് പേര് പരിചിതമാക്കിയത് മാധ്യമപ്രവർത്തകർക്കുള്ള പങ്ക് അതേപോലെ ഞാൻ യോഗത്തിൽ സ്മരിക്കുകയാണ്. ഇവിടെ നിന്ന് യുവസ്വാഭിമാന സംഗമത്തിന്റെ ഭാഗമായി പ്രസ് ഫോറത്തിന്റെ ഭാരവാഹികളും അല്ലെങ്കിൽ അംഗങ്ങളുമായ കുടുംബാംഗങ്ങളിൽ നിന്നടക്കമുള്ള ആളുകൾ വിദ്യാഭ്യാസ പുരസ്കാരം കൂടി ഏറ്റുവാങ്ങുന്നുണ്ട്. അവരെയും അഭിനന്ദിക്കാൻ വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്.
ഈ SH കോളേജിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹാളിനകത്ത് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും SHലേക്ക് വന്നിട്ടുള്ളത് ഏതെങ്കിലും വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഭാഗമായി ക്ലാസ് വിധിക്കാൻ വേണ്ടി മാത്രമാണ്. യുവജനങ്ങളുടെ വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകളും സംസ്ഥാനത്തിനകത്ത് തന്നെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. യുവ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിനിടെ കായിക മേഖലയിലെ സ്ത്രീ പങ്കാളിത്തത്തെക്കുറിച്ചും മന്ത്രി നിലപാട് വ്യക്തമാക്കി. കേരളത്തിലെ മൈതാനങ്ങൾ ആൺകുട്ടികൾക്ക് മാത്രമുള്ളതാണെന്ന പൊതുബോധം ശക്തമായി തിരുത്തപ്പെടേണ്ടതുണ്ടെന്നും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും തുല്യ അവകാശത്തോടെ കളിക്കളങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ സൗഹൃദ കളിക്കളങ്ങൾ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അതിനായി സംസ്ഥാന സർക്കാരും കായിക വകുപ്പും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളായ സിയ സത്യൻ, കൃഷ്ണപ്രിയ, ഷഹീന, നിഷ, സഫ്തർ സുൽഫിക്കർ എന്നിവർ മന്ത്രിയുമായി സംവദിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ അധ്യക്ഷ ആലിസ് ഷിബു മുഖ്യാതിഥിയായി. ചടങ്ങിൽ മന്ത്രി OJ ജനീഷിനും സനീഷ് കുമാർ ജോസഫ് MLAയ്ക്കും ആദരമൊരുക്കി. പ്രസ് ഫോറം അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു. ജിൽ ആന്റണി, ഷോൺ പെല്ലിശ്ശേരി, ഡാർലി പോൾസൺ, സിസ്റ്റർ ഡോക്ടർ ഐറിൻ, ബിന്ദു ശശികുമാർ, ലാലുമോൻ ചാലക്കുടി, KN വേണു, സുനിൽ സരോവരം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. നീറ്റ് പുനർപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാമിന് ഇന്ത്യയിൽ താൽക്കാലിക നിയന്ത്രണം. ജൂൺ 22 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ടെലിഗ്രാമിലൂടെയുള്ള തട്ടിപ്പുകളും ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച വ്യാജ പ്രചാരണങ്ങളും തടയുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം നടപടി. നീറ്റ് പുനർപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാമിന് ഇന്ത്യയിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ജൂൺ 22 വരെയാണ് നിയന്ത്രണം. ടെലിഗ്രാം പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് നടപടി നടപ്പാക്കിയത്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ടെലിഗ്രാമിലൂടെയുള്ള തട്ടിപ്പുകളും പരീക്ഷാ പേപ്പർ ചോർച്ച സംബന്ധിച്ച വ്യാജ അവകാശവാദങ്ങളും തടയുന്നതിനുള്ള കർശന നടപടിയായാണ് ഇതിനെ NTA വിലയിരുത്തുന്നത്. നേരത്തെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി അവകാശപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നിരവധി ടെലിഗ്രാം ചാനലുകൾക്കെതിരെ NTA പരാതി നൽകിയിരുന്നു. പേപ്പർ ലീക്ക്ഡ് നീറ്റ്, നീറ്റ് 2026, പ്രൈവറ്റ് മാഫിയ തുടങ്ങിയ പേരുകളിൽ പ്രവർത്തിച്ചിരുന്ന ചാനലുകൾ പണം വാങ്ങി ചോദ്യപേപ്പർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കബളിപ്പിച്ചെന്ന പരാതികളും ഉയർന്നിരുന്നു. ഓരോ ചാനലുകളും പ്രത്യേകം നീക്കം ചെയ്യുന്നതിലൂടെ മാത്രം തട്ടിപ്പ് സംഘങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നാണ് NTAയുടെ വിലയിരുത്തൽ. ഇതിനെ തുടർന്നാണ് പ്ലാറ്റ്ഫോമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ഇടപെടലുകളും ഫലപ്രദമാകാതിരുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ കർശന നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത്. നീറ്റ് പുനർപരീക്ഷയുടെ വിശ്വാസ്യത ഉറപ്പാക്കുകയും വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ തടയുകയുമാണ് നടപടിയുടെ പ്രധാന ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മാള ടൗണിൽ CPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെ സംരക്ഷിക്കുന്ന യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷിന്റെ നിലപാട് കൊടുങ്ങല്ലൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJP കോൺഗ്രസ് ധാരണയുടെ ഭാഗമാണെന്ന് CPI സംസ്ഥാന കമ്മിറ്റി അംഗം KV വസന്തകുമാർ ആരോപിച്ചു. ഭാര്യയെ കൊലപ്പെടുത്താൻ വേണ്ടി തല ചമരുമടിച്ച് അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് മാള കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ ചികിത്സ കൊടുക്കാൻ ഡോക്ടർമാർ തയ്യാറായില്ലെന്നാണ് ചാനലുകാരോടും പത്രക്കാരോടും AR ശ്രീകുമാറിൻ്റെ ഭാര്യ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് അവരും അവരുടെ അമ്മയും കൊടുങ്ങല്ലൂരിൻ്റെ MLAയും കേരളത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രിയുമായ OA ജനീഷിനെ പോയി കാണുകയും നേരിൽ കണ്ട് പരാതി കൊടുത്തെന്നാണ് പറയുന്നത്. അങ്ങനെ പരാതി കൊടുത്ത നിലയ്ക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ആ വിഷയത്തിൽ ഇടപെടേണ്ടേ? അങ്ങനെ ഇടപെടാതിരിക്കാൻ കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ AR ശ്രീകുമാറുമായി ഒരു തെരഞ്ഞെടുപ്പ് ഡീല് BJPയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയെന്നാണ് ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മാള ടൗണിൽ നടന്ന പ്രതിഷേധ മാർച്ചിനും തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിനും KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ KV സുജിത് ലാൽ, CN പ്രദീപ്, VS ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
12 വർഷമായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുടങ്ങിക്കിടന്ന ഓഡിറ്റിംഗ് നടപടികൾക്കൊടുവിൽ തുടക്കം. 2013 മുതൽ ഏകദേശം 1400 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കാനുള്ളത്. ആശുപത്രി വികസന ഫണ്ടിലെ കോടികളുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ പ്രത്യേക സംഘം പരിശോധന ആരംഭിച്ചത്. 12 വർഷമായി മുടങ്ങിക്കിടന്ന തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഓഡിറ്റിംഗ് നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ 10-അംഗ സംഘമാണ് ആശുപത്രിയിലെ സാമ്പത്തിക ഇടപാടുകളുടെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രിയുടെ കണക്കുകൾ ക്രമീകരിച്ച് രേഖകൾ ഓഡിറ്റ് വകുപ്പിന് കൈമാറുന്നതിൽ അധികൃതർ വരുത്തിയ കാലതാമസമാണ് ഇത്രയും വർഷം ഓഡിറ്റിംഗ് നടക്കാതിരുന്നതിനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ 100 കോടി രൂപയിലധികം ഇടപാടുകൾ നടക്കുന്ന സ്ഥാപനമായിട്ടും എല്ലാ വർഷവും ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കപ്പെട്ടിരുന്നില്ല. 2013 മുതൽ ഏകദേശം 1400 കോടി രൂപയുടെ കണക്കുകളാണ് ഇനി പരിശോധിക്കാനുള്ളത്. ആശുപത്രി വികസന ഫണ്ടിൽ 1 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി ആരോപണം ഉയർന്നതിനെ തുടർന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റിനെ കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തുടർന്ന് കാര്യമായ നടപടികൾ ഉണ്ടായിരുന്നില്ല. അഴിമതി ആരോപണങ്ങൾ ശക്തമായ സമയത്ത് 5 വർഷത്തെ ദൈനംദിന കണക്കുകൾ മാത്രമാണ് ആരോഗ്യവകുപ്പ് ഓഡിറ്റിന് വിധേയമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും വിശദമായ അന്വേഷണം പിന്നീട് നടന്നിരുന്നില്ല. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്ന നിലപാടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരുന്നത്. ഇതിനിടെയാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന സമഗ്ര ഓഡിറ്റിന് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ പ്രത്യേക സംഘം തുടക്കമിട്ടിരിക്കുന്നത്. പരിശോധനയുടെ ഫലവും കണ്ടെത്തലുകളും നിർണായകമാകുമെന്ന പ്രതീക്ഷയിലാണ് വിവിധ കോണുകളിൽ നിന്നുള്ള നിരീക്ഷകർ. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ആദ്യ ദിനം ആഘോഷമാക്കി സ്ത്രീകൾ. KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ച ആദ്യ ദിവസം തന്നെ 13 ലക്ഷത്തിലധികം സ്ത്രീകളാണ് യാത്ര നടത്തിയത്. മുൻ തിങ്കളാഴ്ചയെ അപേക്ഷിച്ച് സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇരട്ടിയോളം വർധനയാണ് രേഖപ്പെടുത്തിയത്. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് ആദ്യ ദിനം തന്നെ വൻ ജനപങ്കാളിത്തം. പദ്ധതിയുടെ ഉദ്ഘാടന ദിവസമായ ഇന്നലെ KSRTC ഓർഡിനറി ബസ്സുകളിൽ 13 ലക്ഷത്തിലധികം സ്ത്രീകളാണ് സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച 7,34,693 സ്ത്രീകളാണ് KSRTC ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ പദ്ധതി നിലവിൽ വന്ന ആദ്യ ദിവസം തന്നെ സ്ത്രീ യാത്രികരുടെ എണ്ണം 13,29,938 ഉയർന്നു. 5,95,245 സ്ത്രീകൾ അധികമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്തതായാണ് കണക്ക്. സ്ത്രീകളുടെ ടിക്കറ്റ് ഇനത്തിൽ മാത്രം 2,20,00,000-ലധികം രൂപയുടെ യാത്രയാണ് ആദ്യ ദിനത്തിൽ രേഖപ്പെടുത്തിയത്. ഇത്രയും വലിയ ജനപങ്കാളിത്തം പദ്ധതിക്ക് ലഭിച്ചത് KSRTC അധികൃതരും ശ്രദ്ധേയമായ നേട്ടമായാണ് വിലയിരുത്തുന്നത്. വരും ദിവസങ്ങളിലും ഓർഡിനറി ബസ്സുകളിൽ യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് KSRTCയുടെ പ്രതീക്ഷ. സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ 0 ടിക്കറ്റ് നൽകി സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിയാണ് പ്രിയദർശിനി. യാത്രാ ചെലവ് കുറയ്ക്കുന്നതിലൂടെ സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ശാക്തീകരണത്തിനും പദ്ധതി വഴിയൊരുക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. മീഡിയ ടൈം, കൊച്ചി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ആശങ്കയുയർത്തി ഷിഗല്ല രോഗബാധ വ്യാപനം തുടരുന്നതിനിടെ തൃശൂരിലും രോഗം മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്തു. മാപ്രാണം സ്വദേശിക്കാണ് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മരണം സംഭവിച്ചത്. വിദേശ സർവകലാശാലകളുടെ ഫ്രാഞ്ചൈസികൾ കേരളത്തിൽ ആരംഭിക്കുന്ന കാര്യം സംസ്ഥാന സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്ന് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ്. കേരളത്തിൽ നിന്ന് യുവതലമുറയുടെ വിദേശ കുടിയേറ്റം തടയാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി. നീറ്റ് പുനർപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാമിന് ഇന്ത്യയിൽ താൽക്കാലിക നിയന്ത്രണം. ജൂൺ 22 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.